കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനെ അറിയുവാൻ, കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിനോടുകൂടെ വസിക്കുവാൻ, കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ, കർത്താവിൻ്റെ സന്തതിയായിരിക്കാൻ, കർത്താവിൽ വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ, കർത്താവിൻ്റെ സ്വഭാവം ഉള്ളവരായിരിക്കാൻ, കർത്താവിൻ്റെ മനസ്സുള്ളവരായിരിക്കാൻ, കർത്താവിൻ്റെ ആത്മാവിനാൽ തന്നെ നാം വീണ്ടും ജനിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ആരാൽ ജനിപ്പിക്കപ്പെട്ടുവോ, നാം ആരാൽ വീണ്ടെടുക്കപ്പെട്ടുവോ, ആ അരുമനാഥനെ നാം അരുമനാഥൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്ന അതേ നിലവാരത്തിൽ അറിയേണ്ടത് വളരെയധികം ആവശ്യമാണ്. ജീവിതത്തിൽ നാം എന്ത് നേടി എന്ന് ചിന്തിക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് നാം നമ്മുടെ ജീവിതം കൊണ്ട് അരുമനാഥനുമായുള്ള ബന്ധം എത്രത്തോളം ആ ബന്ധത്തിൽ വളർന്നു എന്ന് ചിന്തിക്കുന്നത് വളരെ അധികം ബുദ്ധിയോടുകൂടിയ ഒരാലോചനയാണ്. കർത്താവിനെ അറിയുവാൻ കർത്താവ് നമുക്ക് കർത്താവിനെ തന്നെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. കർത്താവിനെ അറിയുവാനായിട്ട് കർത്താവ് നമുക്ക് തന്നെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഈ ഒരു സത്യത്തെ നാം മറന്നു പോകരുത്. സോ ദാറ്റ് വി മേ നോ ഹിം. ഇതൊരു പരമാർത്ഥമായ സത്യമാണ്. അല്ലാത്ത പക്ഷം നമുക്ക് കർത്താവിനെ അറിയാൻ യാതൊരു നിർവാഹവും ഇല്ല എന്ന സത്യം നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾക്ക് നാളത്തേക്ക് കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിലും, നിങ്ങൾക്ക് നാളെ മരിക്കേണ്ടി വന്നാലും, നിങ്ങൾക്ക് നാളെക്കുറിച്ച് എന്തെന്നറിയില്ലെങ്കിലും, നിങ്ങൾ ഏത് തരത്തിലുള്ള ഭയത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ഒരു കാര്യം വ്യക്തമായിട്ടും ഞാൻ പറയാം, അതൊന്നും നിങ്ങളെ ബാധിക്കയില്ല. എങ്ങനെ? നിങ്ങൾ കർത്താവുമായുള്ള ബന്ധത്തിൽ വളർന്നു വരുന്നവരെങ്കിൽ, അതായത് കർത്താവ് നിങ്ങൾക്ക് തന്നെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് കർത്താവിനെ മനസ്സിലായിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ കർത്താവിൻ്റെ ആത്മാവിനാൽ കർത്താവിനെ അറിയുകയും ആ കർത്താവിനെ അറിഞ്ഞ ആ ദൈവിക പരിജ്ഞാനത്തിൽ നിങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നവരെങ്കിൽ, നാളെ എന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നതും നിങ്ങളെ ബാധിക്കുന്ന വിഷയം അല്ല. നാളെയെക്കുറിച്ച് ചിന്തിക്കുന്നവർ ഭാവിയെക്കുറിച്ച് അറിയുവാൻ വ്യഗ്രത കാണിക്കും. നാളെയെക്കുറിച്ചുള്ള ചിന്ത നമ്മെ പല തരത്തിലുള്ള പ്രവൃത്തികളിലും സംഭാഷണത്തിലും ഏർപ്പെടുവാൻ പ്രേരിപ്പിക്കും. ഒരുപക്ഷെ അത് ദൈവത്തിൻ്റെ പാത അല്ലായിരിക്കാം, അത് വേദനയ്ക്ക് കാരണമാകും. എന്നാൽ ദൈവം തൻ്റെ ആത്മാവിനെ നമ്മിൽ പകർന്നുകൊണ്ട് നമ്മോട് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് നമ്മോട് ഏവരോടും പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യരാശിയോട് മുഴുവനായി പറഞ്ഞിരിക്കുകയാണ്, ഞാനോ ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. പല സമയങ്ങളിലും നമുക്ക് ഒരു ചിന്ത കടന്നു പോകും, നമ്മെ ആരും മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത കടന്നു പോകുന്നു? കാരണം നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. നാം പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ കടന്നു പോകും. എന്തുകൊണ്ട്? കാരണം നാമും ദൈവവുമായിട്ടുള്ള ബന്ധം കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് പലപ്പോഴും നാളെക്കുറിച്ചുള്ള വ്യാകുലത നമ്മെ വല്ലാതെ ഭാരപ്പെടുത്തും. എന്തുകൊണ്ട്? കാരണം നാമും ദൈവവുമായിട്ടുള്ള ബന്ധം കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. ചില സന്ദർഭങ്ങളിൽ മാനസിക നിലവാരം പോലും ബാലൻസ് തെറ്റിപ്പോകുന്ന നിലവാരത്തിൽ നാം പെരുമാറും, നാം ചിന്തിക്കും. എന്തുകൊണ്ട്? നാമും ദൈവവുമായിട്ടുള്ള ബന്ധം കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. ഒരു കാര്യം വ്യക്തമായി പറയാം, എൻ്റെയോ നിങ്ങളുടെയോ
കണ്ണുനീരിന് ദൈവത്തിൻ്റെ മനസ്സിനെ അലിയിക്കുവാൻ കഴിയില്ല. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് എത്ര മനസ്സിലാകും എന്നെനിക്കറിയില്ല, എങ്കിലും ഞാനതൊന്നും കൂടെ ഒന്ന് വിവരിക്കാം. നമ്മുടെ മുമ്പിൽ ഒരു കുഞ്ഞ് കരഞ്ഞു കാണിച്ച് കാര്യം നടത്തുന്നത് പോലെ, അല്ലെങ്കിൽ വാശി പിടിച്ച് കാര്യം നടത്തുന്നത് പോലെ, ദൈവസന്നിധിയിലും കരഞ്ഞ് വാശി പിടിച്ച് കാര്യം നടത്താം എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ അധികമായി പ്രാർത്ഥിച്ചും എല്ലാം കാര്യം നടത്താം എന്ന ചിന്ത മാറ്റിവെക്കണം. കാരണം ഹൃദയങ്ങളുടെ ഉൾപ്പൂക്കളെയും ആരാഞ്ഞ് അറിയുന്നവനാണ് നമ്മുടെ ദൈവം. He see the state of our heart. ദൈവത്തിന് നമ്മുടെ ഹൃദയ വിചാരം അറിയാം. ദൈവത്തിന് നാം ദൈവത്തെ എപ്രകാരം കാണുന്നു, ദൈവത്തിന് നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം എപ്രകാരമുള്ളത് എന്നെല്ലാം നന്നായിട്ടറിയാം. പല പ്രിയപ്പെട്ടവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ദൈവം ഉണ്ടായിരുന്നു എങ്കിൽ എനിക്ക് ഇത് സംഭവിക്കുമോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ദൈവം എനിക്ക് മാത്രം ഒരു വ്യത്യാസം തരുന്നില്ല? എന്നാൽ ദൈവവുമായി വ്യക്തമായ ഒരു പിതൃബന്ധം ഉള്ള വ്യക്തി ഒരിക്കലും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ല. ആ വ്യക്തി പകരം പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് നമുക്ക് ഒന്ന് നോക്കണമെങ്കിൽ നമുക്ക് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. അതായത് ക്രിസ്തുവുമായി വ്യക്തമായ നിലവാരത്തിൽ ബന്ധമുള്ള ഒരു വ്യക്തിയുടെ ഒരു സംഭാഷണമാണ് അവിടെ വിവരിക്കുന്നത്. ക്രിസ്തുവുമായി വ്യക്തമായ ബന്ധമുള്ള വ്യക്തി എല്ലാവരാലും മാനിക്കപ്പെട്ട് ഏറ്റവും സുഖകരമായ ജീവിതം, ഒന്നിനും മുട്ടില്ലാത്തൊരു ജീവിതം നയിക്കുന്ന വ്യക്തി അല്ല. ഈ ഒരു സത്യത്തെ നിങ്ങളും ഞാനും മനസ്സിലാക്കണം. ഇവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: കർത്താവുമായി വ്യക്തമായ ഒരു ബന്ധമുള്ള, ഒരു പിതൃബന്ധമുള്ള വ്യക്തിയുടെ വാക്കുകൾ ഇപ്രകാരമാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 35-ാമത്തെ വാക്യം: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നമുക്ക് കഷ്ടത വന്നാൽ നാം എത്രത്തോളം ആ കർത്താവിനെ സ്നേഹിക്കും? നാം നമ്മുടെ കഷ്ടതയിൽ എത്രത്തോളം കർത്താവിനോടൊപ്പം നിൽക്കും? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ക്രിസ്തുവിനെ അറിയുന്ന, ക്രിസ്തുവിനോടുകൂടെ ചേർന്നിരിക്കുന്ന, ദൈവത്തിൻ്റെ സന്തതിയായിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലും ഇപ്രകാരം എല്ലാം സംഭവിക്കും എന്ന് വചനം നമ്മോട് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. സാക്ഷാൽ ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നപ്പോൾ ഒരു നൂൽ വസ്ത്രം പോലും ഇല്ലാത്തവനായി പരസ്യമായി ക്രൂശിക്കപ്പെട്ടു, അപമാനം സഹിച്ചു. തന്നെ പിന്തുടർന്ന തൻ്റെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാരും അതേ പാത പിന്തുടർന്ന് മുൻപോട്ട് പോയി. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും ഈ മാർഗത്തെ പിൻപറ്റുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നിങ്ങളും ഞാനും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് സന്തോഷത്തോടുകൂടി ഒരു ജീവിതം ജീവിക്കണം. നിങ്ങൾക്ക് 4 ആൾക്കാർ കാണുമ്പോൾ നിങ്ങൾ എല്ലാം തികഞ്ഞിരിക്കുന്നു എന്നൊന്ന് കാണിക്കണം. നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു, നോക്ക്, എന്നെ കാണ് എന്നുള്ള രീതിയിൽ ജീവിക്കണം. അതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിശ്ചയമായിട്ടും ക്രിസ്തു നിങ്ങളിൽ ഇല്ല. അങ്ങനെ ഒരു ചിന്ത എന്നിലുണ്ടെങ്കിൽ ക്രിസ്തു എന്നിലും ഇല്ല. ഒരു വ്യക്തിയെ ക്രിസ്തു എപ്രകാരമാണ് നടത്തുവാൻ ആഗ്രഹിക്കുന്നതെന്ന് ആ വ്യക്തിക്ക് അറിയില്ല. ഒരു വ്യക്തിയെ ക്രിസ്തു എപ്രകാരം നടത്തുന്നുവോ ആ വ്യക്തി അപ്രകാരം നടന്നേ പറ്റൂ.
പക്ഷേ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ആ വ്യക്തിക്ക് ഒരു ഇടയനുണ്ട്. ആ വ്യക്തിയുടെ ഇടയൻ്റെ പ്രത്യേകത, ആ ഇടയൻ ആത്മാക്കളുടെ ഉടയവനാണ്. ആത്മാക്കളുടെ ഉടയവൻ എന്ന് മാത്രമല്ല, ആ വ്യക്തിയുടെ ഇടയൻ ആ ആടിനു വേണ്ടി ജീവനെ കൊടുത്തവനാണ്. അർത്ഥം, ആ ആടിൻ്റെ വിലയെന്തെന്ന് അറിയുന്ന ഇടയനാണ്. കഷ്ടതയിൽ നമ്മെ തള്ളിക്കളയുന്നവനല്ല നമ്മുടെ ദൈവം. നഗ്നതയിൽ നമ്മെ തള്ളിക്കളയുന്നവനല്ല നമ്മുടെ ദൈവം. സങ്കടത്തിൽ നമ്മെ തള്ളിക്കളയുന്നവനല്ല നമ്മുടെ ദൈവം. ഉപദ്രവത്തിൽ നമ്മെ തള്ളിക്കളയുന്നവനല്ല നമ്മുടെ ദൈവം. പട്ടിണിയിൽ നമ്മെ തള്ളിക്കളയുന്നവനല്ല നമ്മുടെ ദൈവം. ആപത്തിൽ നമ്മെ തള്ളിക്കളയുന്നവനല്ല നമ്മുടെ ദൈവം. വാളിന്റെ മധ്യത്തിലും നമ്മെ തള്ളിക്കളയുന്നവനല്ല നമ്മുടെ ദൈവം. നമ്മോട് കൂടെ ഇരുന്ന് നാം കടന്നു പോകുന്ന ആ സാഹചര്യത്തിൽ നമ്മോട് കൂടെ ഇരുന്ന് അപമാനം നോക്കാതെ യാതൊരു തരത്തിലും ഒന്നും ശ്രദ്ധിക്കാതെ നമ്മോട് കൂടെ നമ്മെ സ്നേഹിച്ച് നമ്മെ ചേർത്ത് പിടിക്കുന്ന അരുമനാഥനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഈ ഒരു സത്യത്തെ ദൈവമക്കൾ ആരും ഗ്രഹിക്കാതെ പോകരുതെന്ന് കർത്തൃനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ഈ ശൂലം കഴിയുമെങ്കിൽ എന്നിൽ നിന്ന് നീക്കണം. അതായത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏത് കഷ്ടമുണ്ടോ ആ കഷ്ടം കഴിയുമെങ്കിൽ ഒന്ന് നീക്കിത്തരണം എന്ന് പ്രാർത്ഥിക്കുക തീർത്തും ന്യായമാണ്. പക്ഷേ ആ കഷ്ടതയിലും തികഞ്ഞു വരുന്ന ഒരു ദൈവകൃപയുണ്ട്. ആ കഷ്ടതയിലും നമ്മെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ അഭ്യസിപ്പിക്കുമാറാക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറാതെ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുമ്പോൾ ദൈവ പൈതലെ ഓർത്തുകൊള്ളുക, എന്നിലും നിന്നിലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പുറമേ ഒരു വ്യക്തിക്ക് കാണാൻ കഴിയുന്ന നിലവാരത്തിലല്ല ആ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അത് ആത്മാവിൽ ഉണരുവാൻ കഴിയുന്ന ഒരു ദൈവപ്രവൃത്തിയാണത്. എൻ്റെയും നിങ്ങളുടെയും മനസ്സിനും എൻ്റെയും നിങ്ങളുടെയും ആത്മാവിനും വരുന്ന ആ ഒരു മാറ്റം നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, ഉച്ച മുതൽ ഉള്ളംകാല് വരെ നമ്മുടെ ഗൂഢ മനുഷ്യനും നമ്മുടെ മനസ്സിനും എല്ലാം വരുന്ന ആ രൂപാന്തരമുണ്ടല്ലോ, ദാറ്റ് ഈസ് പ്രൈസ്ലെസ്. That transformation is absolutely priceless. ഒരു അധ്യാപകനും ഒരു പിതാവിനും ഒരു മാതാവിനും ഒന്നിനും ഒരു വിദ്യാഭ്യാസത്തിനും നമ്മിൽ വരുത്താൻ കഴിയാത്ത രൂപാന്തരം, അത്ഭുതകരമായ മാറ്റം ദൈവത്തിൻ്റെ ആത്മാവിനാൽ ചില വിഷയങ്ങളിലൂടെ, ചില സാഹചര്യങ്ങളിലൂടെ നാം നടക്കപ്പെടുമ്പോൾ നമ്മിൽ സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നോടും നിങ്ങളോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നോടും നിങ്ങളോടും ഇപ്രകാരം ഇടപെടുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. മനുഷ്യർ സക്സസ് നോക്കിയിട്ട്, ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യുമ്പോൾ, അതായത് മനുഷ്യർ നിങ്ങളുടെ ഉയർച്ച നോക്കിയിട്ട് അനുഗ്രഹം കൗണ്ട് ചെയ്യുമ്പോൾ, അനുഗ്രഹത്തെ എണ്ണുമ്പോൾ, ദൈവം ഒരിക്കലും അങ്ങനെയല്ല. ദൈവം നോക്കുന്നത് ഏത് സാഹചര്യത്തിലും എത്രത്തോളം നിങ്ങൾ കർത്താവുമായുള്ള ബന്ധത്തിൽ വളർന്നു എന്നാണ്. ഈ ലോകത്തെ ഏറ്റവും ധനികനായ, എല്ലാ സൗഭാഗ്യവും മാത്രം അനുഭവിച്ച് ജീവിക്കുന്ന ഏറ്റവും ധനികനായ വ്യക്തിയായാലും ക്രിസ്തു ഇല്ലാത്ത വ്യക്തി വെറും മൃഗത്തിന് സമമാണ്. വെറും മൃഗത്തിന് സമം. ആ ജീവിതം കടന്നുപോകും. പ്രിയപ്പെട്ടവനെ, നമുക്ക്
നമ്മുടെ ജീവിതത്തിൽ വലുതായിട്ടൊന്നും പറയാനില്ലായിരിക്കാം, വലുതായിട്ടൊന്നും കാണിക്കാനില്ലായിരിക്കാം. പക്ഷേ ഉള്ളിൽ അനുഭവിക്കുന്ന സമാധാനം, ഉള്ളിൽ അനുഭവിക്കുന്ന ആ ദൈവസ്നേഹം, ഉള്ളിൽ അനുഭവിക്കുന്ന ആ സംതൃപ്തി, ഉള്ളിൽ അനുഭവിക്കുന്ന ആ ഒരു അനുഭവം വർണ്ണിക്കാൻ കഴിയാത്തതാണ്. കാരണം ക്രിസ്തു വസിക്കുന്നു എന്ന സത്യത്തെ തിരിച്ചറിഞ്ഞ് ആ ക്രിസ്തുവിനോട് കൂടെ ചേർന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു അനുഭവം, അതൊരു അസാമാന്യമായ അനുഭവമാണ്. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, അങ്ങനെയുള്ളവർ, ആ ഒരു തരത്തിലുള്ള ദൈവപ്രവൃത്തിയിലൂടെ കടന്നു പോകുന്നവർ, അവർ കൃപ കൃപ എന്നാർത്തുകൊണ്ട് അവർ മുന്നോട്ട് പോകും. അവർ കൃപ കൃപ എന്ന് ആർത്തുകൊണ്ട് അവർ മുന്നോട്ട് പോകും. കാരണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ അവർ ബലാത്കാരേന മുന്നോട്ട് പോകും. അവരെ കഷ്ടതയ്ക്ക് നിർത്താൻ കഴിയില്ല, അവരെ കഷ്ടത കീഴടക്കില്ല, അവരെ നഗ്നത കീഴടക്കില്ല, അവരുടെ മുമ്പിലുള്ള മരണം അവരെ കീഴടക്കില്ല, അവരെ ഒരു ആപത്തിനും കീഴടക്കാൻ കഴിയില്ല, അവരെ ഒരു അപമാനത്തിനും കീഴടക്കാൻ കഴിയില്ല. കാരണം ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്ന് അവരെ വേർപിരിപ്പാൻ ആർക്കും കഴിയുകയില്ല. ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്ന് അവരെ വേർപിരിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഇവിടെ 36 വാക്യത്തിലേക്ക് വരുമ്പോൾ, റോമർക്ക് എഴുതിയ ലേഖനം 8 അധ്യായത്തിന്റെ 36 വാക്യത്തിലേക്ക് വരുമ്പോൾ, റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 36, അങ്ങയുടെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഏതിലാ? കഷ്ടതയിൽ നാം നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം പൂർണ്ണ ജയം പ്രാപിക്കുന്നു. സങ്കടത്തിൽ നാം നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഉപദ്രവത്തിൽ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പട്ടിണിയിൽ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നഗ്നതയിൽ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ആപത്തിൽ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം പൂർണ്ണ ജയം പ്രാപിക്കുന്നു. വാൾ മരണത്തിന്റെ മുമ്പിൽ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്നു ഞാൻ ഉറച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ട് പറയുന്ന ഒരു പദമുണ്ട്, അതാണ് ക്രിസ്തുവിലുള്ളവർ. അങ്ങനെയുള്ളവരാണ് ക്രിസ്തുവിൽ വസിക്കുന്നവർ. അങ്ങനെയുള്ളവരാണ് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. അങ്ങനെയുള്ളവരാണ് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. അതാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 അധ്യായത്തിന്റെ 2 പറയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 Corinthians chapter 2 verse 16. അതായത് കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് കർത്താവിനെ ഗ്രഹിപ്പിക്കുന്നവൻ ആർ? നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. But we have the mind of Christ. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. എന്തുകൊണ്ട്
നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ്. കാരണം നമ്മിൽ ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട്. നാം ക്രിസ്തുവിൻ്റെ ആത്മാവ് മുഖാന്തരം ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച് ദൈവത്തിൻ്റെ സന്തതിയായിരിക്കുന്നു. അതെ, നാം പല കഷ്ടങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല ചോദ്യങ്ങളുണ്ട്, പല ആവശ്യങ്ങളുണ്ട്, പല ചിന്തകളുണ്ട്, പല പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മെ പുറകോട്ട് വലിക്കില്ല. കാരണം ഇതൊന്നുമല്ല നമ്മെ നിയന്ത്രിക്കുന്നതും നമ്മെ നടത്തുന്നതും. നമ്മെ നടത്തുന്നത് അരുമനാഥനായ യേശു ക്രിസ്തുവാണ്. നമ്മിൽ വസിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. നമുക്കതൊന്നുകൂടെ ഒന്ന് മനസ്സിലാകണമെങ്കിൽ റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ തന്നെ 10-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കണം. റോമൻസ് ചാപ്റ്റർ 2 വേഴ്സ് 10 ഓൺവേർഡ്സ് നമുക്കതൊന്ന് വായിക്കണം. അവിടെ അത് വ്യക്തമായി പറയുന്നു, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ദൈവത്തിൻ്റെ ആത്മാവാണ് നമുക്ക് സ്തോത്രം ദൈവത്തെ വെളിപ്പെടുത്തി തരുന്നത്. ദൈവത്തിൻ്റെ രഹസ്യങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ദൈവം തൻ്റെ ആത്മാവിനാലാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ആ ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തി തരുന്നതിന് നമ്മുടെ സാഹചര്യങ്ങൾ അതൊരു പ്രശ്നമല്ല എന്ന് നമ്മൾ കേട്ടുകഴിഞ്ഞു. ദൈവത്താൽ നടത്തപ്പെടുന്നവർ അവരുടെ സാഹചര്യത്തിൽ തട്ടി കുരുങ്ങി കിടക്കുന്ന അനുഭവം അവർക്കുണ്ടാകില്ല എന്നും നാം കേട്ടുകഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു ഉപമ എൻ്റെ ഹൃദയത്തിൽ വരുന്നത് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമാക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, ആ നഷ്ടപ്പെട്ടു പോയ ഒരാട് എത്ര തന്നെ നഷ്ടപ്പെട്ടു പോയാലും, എത്ര തന്നെ കർത്താവുമായി ആ ഇടയനുമായി അകന്നു പോയാലും, ആ വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ, ആ വ്യക്തി ദൈവത്തിൻ്റെതെങ്കിൽ, ദൈവം ആ വ്യക്തിയെ തേടി പിടിച്ച് ചെന്ന് കണ്ടെത്തി തോളിലെടുത്ത് തൻ്റെ സ്നേഹിതന്മാരുമായി ആ നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടുകിട്ടിയത് കൊണ്ട് സന്തോഷിക്കും. അതായത് ഭയപ്പെടേണ്ട, കർത്താവ് കൂടെയുണ്ട്. നഷ്ടപ്പെടാനല്ല, നശിച്ചു പോകാനല്ല, എന്നേക്കുമായി തകർന്നു പോകാനല്ല. കർത്താവ് വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യുവാനാണ്. കർത്താവ് വിളിച്ചു. കർത്താവിൻ്റെ ആത്മാവിനാൽ വീണ്ടും ജനിച്ചിരിക്കുന്ന ദൈവ പൈതലേ, നീ നശിച്ചു പോകില്ല. നിന്നിൽ വെളിപ്പെടേണ്ടത് ദൈവപ്രവൃത്തിയാണ്. ആ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം നീ ദൈവാത്മാവിൽ ശരണപ്പെട്. ദൈവാത്മാവ് പറയുന്നതനുസരിക്ക്, ദൈവാത്മാവ് നടത്തുന്നത് പോലെ മുൻപോട്ട് പോകുവാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്ക്. കർത്താവ് പ്രവർത്തിക്കട്ടെ, കർത്താവ് പ്രവർത്തിക്കട്ടെ. എന്നിലും നിങ്ങളിലും എന്തുണ്ട് എന്ന് നോക്കുന്നവരുണ്ടാകാം. നമ്മുടെ മുമ്പിൽ ആവശ്യം പോലെ ആവശ്യഭാരങ്ങൾ ഉണ്ടാകാം. പ്രിയപ്പെട്ടവനെ, അതൊന്നും ഒരു ദൈവ പൈതലിന് വിഷയമേ അല്ല. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കയ്യിൽ എന്തുണ്ട് എന്നത് വിഷയമല്ല. ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്നത് താനും ദൈവവുമായുള്ള ബന്ധം മാത്രമാണ്. ഞാനും ദൈവവുമായുള്ള ബന്ധം മാത്രമാണ് എൻ്റെ വിഷയം. അല്ലാതെ ഒരു വിഷയവും എനിക്ക് വിഷയം അല്ല. ഇന്ന് ഭക്ഷണമില്ലേ, അതെനിക്ക് വിഷയം അല്ല. എൻ്റെ സാഹചര്യം അനുകൂലമല്ലേ, അതെനിക്ക് വിഷയമല്ല. എന്നെ അനുകൂലിക്കാൻ ആരുമില്ലേ, അതെനിക്ക് വിഷയമല്ല. ഞാൻ മണ്ടനായതുകൊണ്ടോ മന്ദബുദ്ധി ആയതുകൊണ്ടോ അല്ല ഞാൻ ഇത് പറയുന്നത്. രുചിച്ചറിഞ്ഞൊരു സത്യമുണ്ട്. ക്രിസ്തു ഉണ്ടോ, ക്രിസ്തുവിനെ രുചിച്ചറിയാൻ കഴിഞ്ഞോ, മറ്റൊന്നും ഒരു വിഷയമല്ല എന്ന്
ജീവിതത്തിൽ ക്രിസ്തു തെളിയിച്ചു തന്നു. ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ അത് തെളിയിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലും സമാധാനത്തോടെ ആയിരിക്കാൻ കഴിയുന്നു. എങ്ങനെയുള്ള സമാധാനം? സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം. That peace that is above all understanding. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, 1 Corinthians chapter 2 verse 10 verse 11 ഇപ്രകാരം പറയുന്നു. 11-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: മനുഷ്യനിലുള്ളത്, മനുഷ്യനിലെ ആത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയുന്നു? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. പല പ്രിയപ്പെട്ടവർക്കും പരിശുദ്ധാത്മാവ് എന്തെന്നറിയില്ല. പല പ്രിയപ്പെട്ടവർക്കും പരിശുദ്ധാത്മാവിനെ എന്തിന് നൽകപ്പെട്ടിരിക്കുന്നു എന്നറിയില്ല. പല പ്രിയപ്പെട്ടവർക്കും പരിശുദ്ധാത്മാവെന്നാൽ മറ്റ് പല പല ചിന്തകളാണ്. എന്നാൽ ദൈവവചനം വ്യക്തമായി പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. എന്തറിവാനാണ്? ദൈവം നമുക്ക് നൽകിയത്. ദൈവം എന്താണ് നമുക്ക് നൽകിയത്? ദൈവം നൽകിയത് തന്നെയാണ്, സാക്ഷാൽ ക്രിസ്തുവിനെ അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അതായത് ദൈവത്തെ തന്നെ അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെയാണ് നാം പ്രാപിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുവാൻ, ക്രിസ്തുവിനെ അറിയുവാൻ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിചാരപ്പെട്ട് അതിനുവേണ്ടി മുന്നോട്ട് പോകുവാൻ കഴിയും. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാം. ആര് ബുദ്ധിയുള്ളവരായി ദൈവത്തെ അന്വേഷിക്കുന്നുവോ, ആര് ദൈവത്തെ അറിയേണ്ടവണ്ണം അറിയാൻ ശ്രമിക്കുന്നുവോ, അവരുടെ എല്ലാം ജീവിതത്തിൽ അവർ പോലും അറിയാതെ അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരും. ഇതൊരു സത്യമാണ്. അവർ പോലും അറിയാതെ അവരുടെ ജീവിതത്തിൽ അവർക്ക് പരിഹാരം വരും. അതിനായിട്ടാണ് കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, എന്നാൽ സകലതും നിങ്ങൾക്ക് ലഭിക്കും. അതിനായിട്ട് തന്നെ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.